രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ തന്റെ മനോഹരമായ രൂപം കാണിച്ചു വശീകരിച്ചു കൊണ്ടുപോയി ചോര കുടിച്ചു കൊല്ലുന്ന യക്ഷി കള്ളിയങ്കാട്ട് നീലി. മലയാള ജനകീയ കഥകളിലും പാട്ടുകളിലും ഏറെ ഭീതിജനകമായ ഒരു യക്ഷിയായി കള്ളിയങ്കാട്ട് നീലി അല്ലെങ്കിൽ പഞ്ചവങ്കാട്ട് നീലിയെ കണ്ടുവരുന്നു. കഥകളിൽ പറയുന്നതനുസരിച്ച് അല്ലി എന്ന ഒരു ദേവദാസിയുടെ മകൾ സ്വന്തം ഭർത്താവായ പുരോഹിതൻ വഞ്ചിച്ചു കൊന്നതിനെ തുടർന്ന് പ്രതികാരിയായ ആത്മാവായി മാറുന്നു. പിന്നീട് സഹോദരനൊപ്പം ചോളരാജ്യത്തിലെ കുട്ടികളായി പുനർജനിച്ചെങ്കിലും അവരുടെ അസാധാരണ ശക്തികൾ കാരണം ആളുകൾ ഭയപ്പെടുന്ന അതിഭൗതിക സാന്നിധ്യങ്ങളായി അവൾ മാറുന്നു. മലയാളി സമൂഹത്തിൽ ഭയം നിറച്ചിരുന്ന നീലി പിന്നീട് കടമറ്റത്ത് കത്തനാർ പോലുള്ള കഥകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശക്തമായ വില്ലത്തിയായി പ്രത്യക്ഷപ്പെട്ടു. 2025 മലയാളം ബ്ലോക്ക് ബസ്റ്ററായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച ചന്ദ്ര ഒടുവിൽ വെളിപ്പെടുത്തുന്നത് കള്ളിയങ്കാട്ട് നീലിയാണ് എന്നതാണ്. ഇവിടെ നീലിയെ ഭീകരയായ യക്ഷിയായി അല്ല, മറിച്ച് സൂപ്പർ ഹീറോയിനായി പുനർജനിപ്പിച്ചിരിക്കുന്നു. സിനിമയിൽ കേരളത്തിന്റെ പഴയ പുരാണങ്ങളും ആധുനിക സാങ്കേതിക കാഴ്ചപ്പാടുകളും ഒന്നിച്ചു ചേർന്ന് ചന്ദ്രയെ ശക്തിയും പ്രതികാരവുമുള്ള എന്നാൽ കനിവും കരുത്തും നിറഞ്ഞ കഥാപാത്രമാക്കുന്നു. അതിനാൽ ചന്ദ്രയെ മലയാള സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ കഥാപാത്രം എന്ന നിലയിൽ കാണുന്നു. ഇനി നീലിയുടെ യഥാർത്ഥ കഥയിലേക്ക് വരാം. തെക്കൻ പാട്ടുകളിലും വള്ളടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂർ നാടോടി കഥകളിലുമൊക്കെയുള്ള ഒരു കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി. ഒരു യക്ഷിയുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം തന്നെ പറയുന്നൊരു പേരായിരിക്കും കള്ളിയങ്കാട്ട് നീലി എന്നുള്ളത്. കാരണം അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു യക്ഷികഥാപാത്രമാണ് നീലി. അല്ലി എന്ന പേരുള്ള ഒരു സാധാരണ സ്ത്രീ എങ്ങനെയാണ് കള്ളിയങ്കാട്ട് നീലിയായി മാറിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശം വാണിരുന്ന ദേവദാസിയായ കാർവേണിയുടെ മകളാണ് അല്ലി. അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയുമായി അല്ലി പ്രണയത്തിലാവുകയും പിന്നീട് അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ നമ്പിക്ക് നോട്ടമുണ്ടായിരുന്നത് അല്ലിയുടെ സ്വത്തുവകകളിൽ മാത്രമാണ്. ഈ കാര്യം തിരിച്ചറിഞ്ഞ അല്ലിയുടെ അമ്മ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. തന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അമ്മയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അല്ലിയും നമ്പിയുടെ കൂടെ വീട് വിട്ടിറങ്ങി. വഴിമധ്യേ കള്ളിയങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അല്ലി തന്റെ ഭർത്താവായ നമ്പിയുടെ മടിയിൽ തലവെച്ച് മയങ്ങിപ്പോയി. ആ സമയത്ത് ചതിയനായ നമ്പി തന്റെ ഭാര്യയെ വലിയൊരു കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും അല്ലിയുടെ ആഭരണങ്ങൾ മുഴുവൻ എടുത്ത് കടന്നുകളയുകയും ചെയ്യുകയാണ്. ഇവരെ രണ്ടുപേരെയും തിരക്കിയിറങ്ങിയ അല്ലിയുടെ സഹോദരൻ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അല്ലിയെയാണ്. വിഷമം സഹിക്കവയ്യാതെ വന്നപ്പോൾ അദ്ദേഹവും അവിടെ വെച്ച് തല തല്ലി മരിക്കുകയായിരുന്നു. അല്ലിയുടെ ആഭരണവുമായി കടന്നുകളഞ്ഞ നമ്പി കൂടുതൽ കാലമൊന്നും ജീവിച്ചില്ല. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളും പാമ്പുകടിയേറ്റ് മരണപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ നടന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അല്ലിയും സഹോദരനും ചോളരാജ്യത്തെ രാജാവിന്റെ മക്കളായിട്ട്, അതായത് നീലനും നീലിയുമായിട്ട് പുനർജനിക്കുകയാണ്. അവർ ജനിച്ചതു മുതൽ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. അവിടെ പേമാരിയും പകർച്ചവ്യാധികളും ദുർമരണങ്ങളുമൊക്കെ കൂടി വന്നു. എന്നാൽ വൈകാതെ തന്നെ തന്റെ രാജ്യത്തിന്റെ മോശം അവസ്ഥയ്ക്ക് തന്റെ മക്കളായ നീലനും നീലിയുമാണ് കാരണമെന്ന് രാജാവ് ജ്യോത്സ്യന്മാരിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതോടുകൂടെ തന്നെ ഇവരെ രണ്ടുപേരെയും നാടുകടത്താൻ രാജാവ് നിർബന്ധിതനാവുകയാണ്. അങ്ങനെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപത്തുള്ള പഞ്ചവൻകാട്ടിൽ രണ്ടുപേരെയും രാജാവ് ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും തങ്ങളുടെ പൈശാചിക ശക്തി കൊണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കടക്കുകയും പഴകന്നൂർ ദേശത്ത് പണ്ട് അല്ലിക്കൊല്ലപ്പെട്ട കള്ളിയങ്കാട്ടിൽ താമസമാക്കുകയും ചെയ്തു. അതോടുകൂടെ തന്നെ പഴകന്നൂരിൽ ദുർമരണങ്ങൾ ഒരു നിത്യസംഭവമായി മാറാൻ തുടങ്ങി. പകൽ സമയങ്ങളിൽ പോലും കള്ളിയങ്കാട് എന്ന് പറയുന്ന കള്ളിമുള്ളുകളും പനകളും നിറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, അതിലൂടെ യാത്ര ചെയ്യാൻ വരെ ആളുകൾക്ക് ഭയമായി തുടങ്ങി. ഇനി അറിയാത്ത ആരെങ്കിലും അതിലൂടെ സഞ്ചരിച്ചാൽ തന്നെ അവരുടെ മൃതശരീരം പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ഏതെങ്കിലും ഒരു പനയുടെ ചുവട്ടിൽ കിടപ്പുണ്ടാകും. നീലന്റെയും നീലിയുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്നു പേരുള്ള ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു.
തമ്പിയുടെ മാന്ത്രിക ശക്തി കൊണ്ട് അദ്ദേഹത്തിന് നീലനെ തളയാൻ കഴിഞ്ഞു. എങ്കിൽ പോലും ഉഗ്രശക്തിശാലിയായ നീലിയെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, നീലി തന്റെ ശക്തികൾ ഉപയോഗിച്ച് മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി സന്ധ്യയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ഗ്രാമീണർ ഭയന്നു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ ചതിച്ചുകൊന്ന തന്റെ ഭർത്താവിന്റെ പുനർജന്മമായ കാവേരി പൂമ്പട്ടണം സ്വദേശിയായ ആനന്ദൻ കച്ചവട ആവശ്യാർത്ഥം പഞ്ചവൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന വിവരം നീലി അറിയുന്നത്. നീലി തന്റെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹത്തെയും വശീകരിച്ചുവെങ്കിലും മാന്ത്രികദണ്ഡ് കയ്യിലുള്ളതുകൊണ്ട് നീലിക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തന്റെ മുന്നിലുള്ളതൊരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആനന്ദൻ അവിടെ നിന്ന് ഓടി പഴകന്നൂർ ഗ്രാമത്തിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ നീലി അയാളെ അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല. നീലി തന്റെ മായ കൊണ്ട് കുട്ടിയോടുകൂടിയുള്ളൊരു സ്ത്രീരൂപം പ്രാപിക്കുകയും അദ്ദേഹത്തെ പിന്തുടർന്ന് ഗ്രാമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഗ്രാമത്തിലുള്ള ആളുകളോട് നീലി പറഞ്ഞത്, അയാൾ എന്റെ ഭർത്താവാണ്, എന്നെയും കുട്ടിയെയും ഒറ്റയ്ക്കിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയായിരുന്നു. ആ സമയത്തുപോലും ഇതൊരു യക്ഷിയാണ്, നിങ്ങൾ ആരും വിശ്വസിക്കരുത് എന്ന് ആനന്ദൻ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും അത് ചെവികൊണ്ടില്ല. അങ്ങനെ അന്നേ ദിവസം അവിടെ താമസിക്കേണ്ടി വന്ന ആനന്ദന്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഗ്രാമവാസികൾ കാണുന്നത്. അപ്പോഴാണ് അതൊരു യക്ഷിയായിരുന്നു എന്ന കാര്യം ഗ്രാമവാസികളും തിരിച്ചറിയുന്നത്. തന്റെയും സഹോദരന്റെയും മരണത്തിന് കാരണമായ നമ്പിയുടെ പുനർജന്മമായ ആനന്ദനെ കൊല ചെയ്തതോടുകൂടി കള്ളിയങ്കാട്ട് നീലി തന്റെ ഭീകരരൂപം ഉപേക്ഷിക്കുകയും ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ മാതൃഭാവത്തിൽ കുടിയിരിക്കുകയും ചെയ്തു. നീലിയുടെ കഥകളെല്ലാം മനസ്സിലാക്കിയ ഗ്രാമീണർ പിന്നീട് അവരെ ആരാധനയോടുകൂടെ സ്മരിക്കാൻ ആരംഭിച്ചു. കള്ളിയങ്കാട്ട് നീലിയുടെ കഥയുടെ പല വകഭേദങ്ങൾ നിലവിലുണ്ടെങ്കിലും നമ്പിയുടെയും ആനന്ദന്റെയും മരണശേഷം നീലിയുടെ പക അവസാനിച്ചില്ല എന്നും അവൾ തുടർന്നും കാടുകളിൽ അലഞ്ഞ് സഞ്ചാരികളെ കൊലപ്പെടുത്തിയിരുന്നു എന്നും ചില ഐതിഹ്യങ്ങൾ പറയുന്നു. ഈ ഘട്ടത്തിലാണ് നീലിയുടെ ദുഷ്പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ കടമറ്റത്ത് കത്തനാർ രംഗപ്രവേശം ചെയ്യുന്നത്. മന്ത്രവാദത്തിലും ആഭിചാരക്രിയകളിലും അഗാധമായ അറിവുള്ള കത്തനാർ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നീലിയെ കീഴടക്കി. കത്തനാർ നീലിയെ കീഴടക്കിയ ശേഷം എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ഐതിഹ്യമനുസരിച്ച് കത്തനാർ നീലിയെ ഒരു കള്ളിപ്പാലയിൽ ആണിയടിച്ചു ബന്ധിച്ചു. മറ്റൊരു വിശ്വാസമനുസരിച്ച് അദ്ദേഹം നീലിയെ പത്തനംതിട്ടയിലെ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തി. എന്നാൽ ഈ ഐതിഹ്യങ്ങൾക്ക് ചരിത്രപരമായ തെളിവുകൾ ലഭ്യമല്ല. എങ്കിലും ഈ കഥകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഒരിക്കൽ ജനവിശ്വാസത്തിൽ ഭീതിയുടെ പ്രതീകമായിരുന്ന കല്യങ്കാട്ട് നീലി ഇന്നത്തെ മലയാള സിനിമയിൽ ചന്ദ്ര എന്ന സൂപ്പർ ഹീറോയായി വീണ്ടും ജനിച്ചു. ഇതിലൂടെ പഴയ കഥകളിലെ സ്ത്രീ ആത്മാവ് ഇനി വെറും പേടിപ്പിക്കുന്ന ദുഷ്ടവേഷം മാത്രമല്ല, മറിച്ച് ശക്തിയും സ്വാതന്ത്ര്യവും പ്രതിനിധാനം ചെയ്യുന്ന നായികയായി മാറുന്നു. ലോക ഇതിനകം തന്നെ 2025 മലയാളത്തിലെ വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. അതിൽ ചന്ദ്രയുടെ കഥാപാത്രം മലയാള സിനിമാ ലോകത്ത് പുതിയ വഴിത്തിരിവാണ്. എന്തായാലും കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് വെറുമൊരു കഥയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെയൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.